ഹായ്, പ്രൊഫഷണൽ ഫ്രീ ടൈലറിംഗ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ സ്ക്വയർ നെക്ക് സ്റ്റിച്ചിങ് ആണ്. ഇതിൻ്റെ വീഡിയോ മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഐക്കാർട്ടിൽ കൊടുത്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് കാണാം, എന്നിട്ട് ഇത് ചെയ്യാം. ടൈലറിംഗ് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് പിൻ കമൻ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇനി നമുക്കിത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇതിന് മുമ്പ് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ റൗണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തിരുന്നു. അതേ മെത്തേഡിലാണ് നമ്മൾ സ്ക്വയർ നെക്കും സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതാണ് ഫാബ്രിക്കിൻ്റെ ബാക്ക് പോർഷനിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇവിടെ ബിന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിന്. ഇതാണ് ഫ്രണ്ട് പോർഷൻ. അവിടെ ഞാൻ എഫ് എന്നും എഴുതി കൊടുക്കുന്നുണ്ട്. ബാക്ക് പോർഷനിലാണ് മാർക്ക് ചെയ്യും സ്റ്റിച്ച് ചെയ്യുകയൊക്കെ ചെയ്യാൻ. കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചതുപോലെ 1/4 ഇഞ്ചിൻ്റെയും 1/2 ഇഞ്ചിൻ്റെയും ഒരു ലൈന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ഇപ്പം ഞാനിപ്പോൾ ഫസ്റ്റ് ചെയ്യുന്നത് 1/4 ഇഞ്ചിൻ്റെ ലൈനാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് പേരെങ്കിലും എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ഫ്രീ ടൈലറിങ് ക്ലാസ് ചെയ്യുന്നതെന്ന്. പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടും അവരാഗ്രഹം മനസ്സിൽ വെച്ച് പുറത്ത് പോയി പഠിക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഒരു സഹായം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. മക്കളെ നോക്കുന്നത് കൊണ്ടും വീട്ടിലെ ജോലികൾ കാരണം കൊണ്ടും പുറത്ത് പോയി പഠിക്കാൻ പറ്റാത്ത കുറേ പേരുണ്ട്. അവർക്കൊരു സഹായം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഫീസ് പോലും വാങ്ങാതെ ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ലിങ്ക് താഴെ പിൻ കമൻ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. നെക്കിന് ഫുള്ളായിട്ട് സ്ക്വയർ നെക്കിന് ഫുള്ളായിട്ട് 1/4 ഇഞ്ച് ഡോട്ട് അടയാളപ്പെടുത്തി കഴിഞ്ഞ് ഇനി അതൊക്കെ ഒന്ന് സ്കെയിൽ വെച്ച് ജോയിൻ ചെയ്യണം. റൗണ്ട് നെക്ക് പോലെയല്ല, സ്ക്വയർ നെക്കിന് സ്കെയിൽ വെച്ചിട്ട് തന്നെ 1/4 ഇഞ്ച് അകലത്തിന് മാർക്ക് ചെയ്തതൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്, പഠിക്കുമ്പോഴുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ 1/4 ഇഞ്ച് അകലത്തിൽ മാർക്ക് ചെയ്തിട്ട് ഡോട്ട് ഇട്ടിട്ട് അതൊക്കെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. ശരിക്കും പ്രാക്ടീസൊക്കെ ചെയ്ത് പഠിച്ച് നല്ല ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ മാർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് പഠിക്കുമ്പോൾ നല്ല വൃത്തിക്കായി കിട്ടാനാണ് ചെയ്യുന്നത്. നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നത് ഫസ്റ്റ് ലൈന് 1/4 ഇഞ്ച് മാർക്ക് ചെയ്തത്, സെക്കൻഡ് ലൈന് കാണുന്നത് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ലൈൻ ഇട്ടതാണ്. ഇപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായില്ലേ? 1/4 ഇഞ്ചും 1/2 ഇഞ്ചും ലൈനിൽ മാർക്ക് ചെയ്തിട്ട് സ്കെയിൽ കൊണ്ട് ജോയിൻ ചെയ്തതാണ് ഈ കാണുന്നത്. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം. ശരിക്കും മനസ്സിലാവുന്നില്ലേ? ഫസ്റ്റ് ലൈന് 1/4 ഇഞ്ച്, സെക്കൻഡ് ലൈന് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തത്. ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/4 ഇഞ്ച് മാർക്ക് ചെയ്തു, പിന്നെ ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്തു, അങ്ങനെ ടോട്ടലി 1/2 ഇഞ്ചിലേക്ക് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ക്വയർ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു കോർണറിൽ നിന്ന് ഒന്ന് 1/4 ഇഞ്ചിൻ്റെ കോർണറിൽ നിന്ന് ഫസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ ചെറുതായിട്ട്. 1/4 ഇഞ്ചിൻ്റെ ലൈനിലേക്കാണ് ഫസ്റ്റ് 1/4 ഇഞ്ചിൻ്റെ ലൈനിലേക്ക് ചെറുതായിട്ട് ആ കോർണറിൽ നിന്ന് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ. എന്നാലേ ശരിക്കും സ്ക്വയർ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അത് വേണ്ടിയിട്ടാണ് ഈ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് കോർണറിൽ. ബാക്ക് പോർഷനിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഈ 1/4 ഇഞ്ച് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഈ ഒരു കോർണറിൽ എത്തിക്കഴിഞ്ഞാൽ നീഡിൽ താഴ്ത്തി വെച്ചിട്ട് ഫൂട്ട് പൊന്തിക്കാൻ, നീഡിൽ പൊന്തിക്കരുത് കേട്ടോ, നീഡിൽ താഴ്ത്തി വെക്കണം. ഇതാ ഇതുപോലെ. എന്നിട്ട് ഫൂട്ട് പൊന്തിച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ. എന്നിട്ട് ഇപ്പുറമുള്ള ഭാഗം 1/4 ഇഞ്ച് ഭാഗം മേലെ ചെയ്ത പോലെ ഇപ്പുറം ചെയ്ത പോലെ മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു കോർണറിൽ എത്തിക്കഴിഞ്ഞാൽ സൂചി താഴ്ത്തി വെച്ച്, സൂചി മേലെ പൊന്തിക്കരുത്, സൂചി ഇതുപോലെ താഴ്ത്തി വെച്ചിട്ട് ഫൂട്ട് പൊന്തിച്ചിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് 1/4 ഇഞ്ച് ഫോൾഡ് ചെയ്തിട്ട് ഈ ഒരു ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഇപ്പം നമ്മൾ 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഇനി ഒരു 1/4 ഇഞ്ചും കൂടി മാർക്ക് ചെയ്തിട്ടില്ലേ, ആ ഒരു ഭാഗം കൂടി ഒന്ന് വീണ്ടും ഫോൾഡ് ചെയ്തിട്ട് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം.
ഇനി ഒന്നുകൂടെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. ബാക്ക് പോർഷനിൽ തന്നെയാണ് കേട്ടോ ഒന്നുകൂടെ ഫോൾഡ് ചെയ്യേണ്ടത്. തിരിച്ച് ഫോൾഡ് ചെയ്യരുത് ഫ്രണ്ട് പോർഷനിലേക്ക്. മനസ്സിലായില്ലേ? നേരത്തെ ചെയ്ത പോലെ ഈ ഒരു കോർണറിൽ നിന്ന് 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടില്ലേ അവിടത്തേക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാനേ കോർണറിൽ. എന്നിട്ട് ഫൂട്ട് നീഡിൽ താഴ്ത്തി വെച്ച് ഫൂട്ട് പൊന്തിച്ചിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ഇപ്പുറത്തെ സൈഡും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ കോർണറിൽ എത്തിക്കഴിഞ്ഞാൽ അൺലൈനിലേക്ക് ഒന്ന് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ നീഡിൽ താഴ്ത്തി വെച്ച് ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ഇപ്പുറത്തെ സൈഡും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ 2 പ്രാവശ്യം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഇനി നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഡിഫറെൻറ്റ് കളറ് നൂലിൽ ചെയ്യണം കേട്ടോ. ലൈറ്റ് കളർ ക്ലോത്ത് ആണെങ്കിൽ കട്ടി കളറിൽ നൂലിലും, കട്ടി കളർ ക്ലോത്ത് ആണെങ്കിൽ ലൈറ്റ് കളറിൽ നൂലിലുമായിട്ട് ചെയ്യണം. അതെന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് കാണിച്ചു തരുമ്പോൾ ഫോട്ടോ എടുത്തിട്ട് കാണിച്ചു തരുമ്പോൾ ശരിക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.